അച്ഛന്മാരെ എന്നാണ്ട് അങ്ങനെ ഞങ്ങളുടെ ഓസ്ട്രേലിയയിൽ സമ്മർ ഏകദേശമൊക്കെ തുടങ്ങി കേട്ടോ. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിങ് സീസണാണ്, പൂക്കളുടെ ഒരു സമയമാണ്. ഒന്നും പറയണ്ട, ഇന്ന് മുതൽ സൈക്ലിങ് സ്റ്റാർട്ട് ചെയ്തു. രാവിലെ ഒരു 40 കിലോമീറ്റർ ചുമ്മാ ചവിട്ടിയിട്ടിങ്ങി വന്നു. ഈ സീസണിലെ ആദ്യത്തെ ദിവസമാണ്. ഞാൻ എൻ്റെ ഗാർഡനിലെ പൂക്കളൊക്കെ കാണിക്കാം കേട്ടോ. ഇത് കേട്ടോ, ഇതാണ് ഈ സീസണിൽ. ഇത് കഴിഞ്ഞ വർഷം മേടിച്ച് വെച്ചത്. നല്ല നല്ല കളറല്ല എന്നൊക്കെ. ഇതെല്ലാമാണ്. ഇത് ഇന്നലെ പോയി ബണ്ണിങ്സിൽ നിന്ന് മേടിച്ചുകൊണ്ട് തന്നെ അത് ആ കാണുന്നത് അത് പുതിയതാണ്. ഇത് കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെ പൂക്കളാണ്. ഞാൻ എല്ലാ വർഷവും ഒരു $500 പൂക്കൾക്കും ചെടികൾക്കും വേണ്ടിയിട്ട് മാറ്റി വെക്കും. ഇത് ഇന്നലെ മേടിച്ച്. പിന്നെ ഈ ഡാലിയ ഇന്നലെ മേടിച്ച് വെച്ചത്. നല്ല കളറല്ലേ. ഇതൊക്കെ പഴയതാണ്, കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. പിന്നെ ഇതും കുറേ വർഷമായിട്ടുള്ള നല്ല കളറ് കയറി വരുന്നിടത്ത് ഇങ്ങനെ പൂക്കൾ വെക്കുന്ന. ഇതൊരു മുളയാണ്. ഇതൊരു കുറേ വർഷങ്ങളായി. ഇത് $100 ചെറിയത്. ഇതിന് മുളയ്ക്ക് ഇവിടെ ഭയങ്കര വിലയാണ്. അങ്ങനെ മേടിച്ചു കൊണ്ട് വെച്ചതാണ്. പക്ഷെ നല്ലൊരു അഴകാണ്. നമ്മൾ കയറി വരുന്നിടത്ത് മുള ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട്. പിന്നെ ഇതൊക്കെ പണ്ട് വെച്ച് 3 വർഷമായിട്ടും ആയിട്ടുണ്ട്. എല്ലാ വർഷവും ഇതിങ്ങനെ പൂത്ത് വരും. ഇതാണ് എൻ്റെ വീട്ടിലെ ചെടികളൊക്കെ. പിന്നെയുള്ളത് ഈ സാധനം. ഇതിവിടെ ഇങ്ങനെ ഒരാൾ കളയാൻ വെച്ചിരുന്നത്. ഇനി ഒന്ന് പെയിൻ്റൊക്കെ ചെയ്തെടുക്കണം. അതിനകത്ത് ഞാനിങ്ങനെ ചെടിയൊക്കെ വെച്ചിട്ട് ഇത് ഇങ്ങനെ സോളാർ ലൈറ്റ്, അതിപ്പോൾ രാത്രിക്ക് തെളിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് ഞങ്ങളുടെ അയൽവക്കാണ്. ഞങ്ങളുടെ അപ്പച്ചൻ എടുത്തു വെച്ച കല്ലിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തായിരുന്നു. ഇതുണ്ടോ, അപ്പച്ചൻ്റെ വീട്ടിലെ പൂക്കളുണ്ടോ, എന്നാ കളറാന്ന് നോക്കി. അത് ഈ കാക്ടസിൻ്റെ ഒരു വേറൊരു ടൈപ്പാണ്. അതെ, നല്ല പൂക്കളുണ്ട്. ഞങ്ങളുടെ സ്ട്രീറ്റ് കണ്ടോ, സ്ട്രീറ്റിൽ ഈ പൂക്കൾ. ഇതിൻ്റെ ഞാൻ ഇന്നാളൊരു വീഡിയോ ഇട്ടായിരുന്നു. ഇപ്പോൾ പൂക്കളൊക്കെ പൊഴിഞ്ഞു. ഇതുണ്ട്. ഇനിയിപ്പം അതിൽ നല്ല തളിർ ഇലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി ആ ഇല ഇങ്ങനെ വരുന്ന അത് നല്ലൊരു പച്ച കളറുള്ള ഇളം പച്ച കളർ. അത് നല്ല ഭംഗിയാണ്. ഇതാണ് ഇവിടെ ഇങ്ങനെ ഞാനൊരു ചെടി വെച്ചിട്ട് അതങ്ങോട്ട് പിടിച്ചിട്ട് ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു മണമുള്ള ഒരു ചെടിയാണിത്. നല്ല മണമാണ് ഇതിൻ്റെ പൂവിന്. ഇതാണ് എൻ്റെ കൊച്ചു ഗാർഡൻ. ഇതൊക്കെ ഞാൻ തന്നെ വെട്ടി നിർത്തുന്ന കേട്ടോ. വലിയ ഷേപ്പൊന്നുമില്ല. ഏകദേശം 1000 കാലറി കുറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എങ്ങനെയായാലും തള്ളിക്കയറ്റുക എന്നുള്ളതാണ് അടുത്ത ഉദ്യമം. അപ്പോൾ എൻ്റെ ലഞ്ച് ഞാൻ കാണിച്ചു തരാം, എന്താ ഞാൻ കഴിക്കുന്നതെന്ന്. ആദ്യമേ നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ, നമ്മുടെ ഇത് കോസ്റ്റ്കോയിൽ ഇതുപോലെ വെജിറ്റബിൾസ്. അതിനകത്ത് ബ്രോക്കലി ഉണ്ട്, മറ്റേ ചെറിയ ക്യാരറ്റ് ഉണ്ട്. ഇത് യെല്ലോ ക്യാരറ്റ്, അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവർ, ഇങ്ങനെയുള്ള റോസൺ. അതൊരു ഇത്ര മതി. ഇതെന്തിനാണ് ഗ്ലൗസൊക്കെ ഊരിയേക്കാം. അപ്പോൾ അതിങ്ങോട്ട് ഇതിനകത്തേക്ക് ഇട്ടു. അതുപോലെ തന്നെ നമ്മുടെ കെറ്റിലിനകത്ത് വെള്ളം തിളപ്പിച്ച് അത് അതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു. അപ്പോൾ തന്നെ അതിൻ്റെ എന്നാ പറയുന്നത് ഐസൊക്കെ ഒന്ന് വിടും. കുറച്ച് വെള്ളം മതി, അത്രയും വെള്ളം മതി. അത് നമ്മൾ നല്ലതായിട്ട് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ വയറ് കണ്ട് ഞെട്ടണ്ട. ഞാൻ വലിയ സൈക്ലിസ്റ്റാന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വയറുണ്ട് കേട്ടോ. എന്നാന്നറിയോ, ഒരു 3 ആഴ്ച നാട്ടിൽ പോയി നിന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേർഡ്സ്മെന്റിനുള്ള ഒരു റോഡ് ട്രിപ്പ്, അതൊരു 7 ദിവസം. ഒടുക്കത്തെ തീറ്റയാണ്. അതൊക്കെ കഴിഞ്ഞ് അവനിങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ വലിയ താമസമില്ലാതെ ഇനിയിപ്പോൾ സമ്മർ തുടങ്ങിയില്ല. നമ്മൾ ഇന്നത്തെ പോലെ ഇനിയിപ്പം സൈക്കിളുകൾക്ക് തുടങ്ങും. സൈക്കിളുകൾക്കും പിന്നെ കുറച്ച് വാക്കിങ്ങും കുറേ എക്സസൈസും സ്വിമ്മിങ് ഉണ്ട്. അങ്ങനെ അതെല്ലാം കൂടി കൂടി ഇവനെ ഞാൻ ഫ്ലാറ്റ് ആക്കും. ഇപ്പോൾ ഇച്ചിരി വയറ് ഇതായിരിക്കുകയാണ്. സാരമില്ല, നമ്മൾ ഇതുപോലത്തെ ഫുഡൊക്കെ കഴിച്ചാൽ മതി. അപ്പം സെറ്റാക്കാം.
ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ബട്ടർ എടുത്ത് അതിനകത്തേക്ക്. ഇതൊക്കെ എൻ്റെ ലൊട്ടിലൊടുക്ക് കുക്കിംഗ് ആണ് കേട്ടോ. ഇങ്ങനെയൊന്നും ആയിരിക്കുമല്ല, നിങ്ങൾക്കൊക്കെ വേറെ അഭിപ്രായങ്ങൾ കാണും. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. ഞാൻ ഇതിനകത്തേക്ക് ബട്ടറിനകത്ത് അതൊന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ ഇത്തിരി മറ്റേ നമ്മുടെ മുളകില്ലേ അത് കുറച്ച് അതിനകത്തേക്ക് ഇടും. ഒരു ടേസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അതെ, വേറെ ഉണ്ട്, ഒരു അർത്ഥം സാധനങ്ങളുണ്ട്. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ഇവള് കണ്ടമാനം കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. എന്നാന്നറിയോ, നമ്മുടെ പോത്തിറച്ചി ഈ പുള്ളിക്കാരിയുടെ ഒരു വില, പുള്ളിക്കാരി 1 കിലോ പോത്തിറച്ചി വെച്ചാൽ അതിനകത്ത് നിന്ന് ഒരു 2 സ്പൂണാണ് കഴിക്കുന്നത്. അതിൽ കൂടുതൽ കഴിക്കത്തില്ല, അവർക്ക് ഇറച്ചി വലിയ താല്പര്യമില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കി മുഴുവൻ അവിടെ ഇരിക്കുക, അത് ഞാൻ കഴിക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്തേക്ക് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല ഒലത്തി വെച്ചിരിക്കുന്ന ബീഫ് ഒരു 2 സ്പൂൺ അങ്ങോട്ട്. അപ്പൊ ഇതിനകത്ത് ഓൾറെഡി സ്പൈസസ് ഉണ്ട് ആവശ്യത്തിന്. ഇത് കൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അതുകൂടിയാണ് നല്ല അടിപൊളിയായിട്ട്. ഇത്ര പോത്തിറച്ചിയെ കഴിക്കാറുള്ളൂ, ഒത്തിരി പോത്തിറച്ചി അധികം കഴിക്കരുത്. അവരത് സ്റ്റീമൊക്കെ കയറിയിട്ട് ആ സ്പൈസസ് ഒക്കെ അതിനകത്ത് കഴിക്കട്ടെ. ഞാൻ വലിയ കുക്കൊന്നുമല്ല കേട്ടോ, ഞാൻ ഇങ്ങനത്തെ ഓരോ മക്കടി പരിപാടികളൊക്കെ കാണിക്കും. പക്ഷെ എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ പറയുന്നത് എൻ്റെ കുക്കിംഗ് അടിപൊളിയില്ല. പക്ഷെ വൈഫ് നല്ല അടിപൊളി കുക്കാണ്. പക്ഷെ അവള് കംപ്ലീറ്റ് ഈ കേരള സ്റ്റൈല് കുക്കിംഗ് ആണ്. കേരള സ്റ്റൈല് കറികളും ചോറ്, അതുപോലെ തന്നെ മീൻകറി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുള്ളിക്കാരി ഭയങ്കര എക്സ്പെർട്ട്. പക്ഷെ ഞാൻ അത്രയ്ക്ക് വലിയ കുക്കൊന്നുമില്ല. ഞാൻ ഇങ്ങനത്തെ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എടുത്ത് ഇങ്ങനത്തെ മക്കളി പരിപാടി കാണിച്ച് ഞാൻ കഴിക്കും. അതുപോലെ തന്നെ പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ. അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടോ. ഇത്തിരി പോത്തിറച്ചി, ശകലം വെജിറ്റബിൾ, ഇതാണ് നമ്മുടെ ലഞ്ച്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇത് മതി. അത്യാവശ്യം നല്ല സ്പൈസുമാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട മൂലകങ്ങളെല്ലാം അതിനകത്തുണ്ട്. എങ്ങനെയുണ്ട്? ദേ ഇതാണ് നമ്മുടെ ലഞ്ച്. വലിയ കുഴപ്പമില്ല. അടിപൊളി കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേറെ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ഇടാനായിട്ട് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ. പാക്കല.